ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പേപ്പർ കപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഒരേ വലിപ്പത്തിലുള്ള 2 പേപ്പർ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ ഗ്ലാസിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ പശ തേച്ചിട്ട് അത് രണ്ടും കൂടെ ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പേപ്പർ കപ്പിൻ്റെയും അടിഭാഗം റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മുടെ പേപ്പർ കപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിക്കാനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ആ പേപ്പർ കപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫ്ലവർ വേസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പേപ്പർ കപ്പ് ഫുള്ളായിട്ടൊന്ന് ചുറ്റി ചാക്കുനൂല് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ജൂട്ടിൻ്റെ ത്രെഡ് എടുക്കാനില്ലെങ്കിൽ അതിന് പകരം വൂളൻ ത്രെഡൊക്കെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതുമല്ലെങ്കിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ പേപ്പർ കപ്പിൻ്റെ പുറത്ത് ഫുള്ളായിട്ട് നമ്മൾ ചാക്കുനൂല് ഫുള്ളൊന്ന് ചുറ്റി കൊടുത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചാക്കുനൂല് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ നൂലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽപ്പുണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് ആക്കി കൊടുക്കരുത്, കാരണം ഫുള്ളങ്ങ് കരിഞ്ഞു പോകും. ഇതുപോലെ സാവകാശം ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇതേ രീതിയിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസ് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സീതപ്പഴത്തിൻ്റെ കുരു ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം തണ്ണിമത്തൻ്റെ കുരു അല്ലെങ്കിൽ വെള്ളരിയുടെ കുരുവൊക്കെ ഉണ്ടാവില്ലേ, അത് വേണമെങ്കിലും ഇതേ രീതിയിൽ ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ അതിന് ചുറ്റും അവിടെ ഇവിടെയായിട്ട് കുറച്ചധികം ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഫ്ലവറിന് പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഫ്ലവറിനൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് പെയിൻറ്റ് ചെയ്യാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുത്താലും കാണാനായിട്ട് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പം പെയിൻ്റ് ഒന്നും കയ്യിലില്ലാത്തവർ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതുമല്ലെങ്കിൽ ഒരു സൈഡിലോട്ടൊക്കെ ചെരിച്ചിട്ട് വേണമെങ്കിലും ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ചുറ്റിനും അവിടെ ഇവിടെയായിട്ട് കുറച്ചധികം ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ആ ഫ്ലവറിനൊക്കെ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ഒരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം കാണാനായിട്ട് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തും ഗ്രീൻ കളറുള്ള ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.